India's official entry to Oscar 2026 Homebound. നെറ്റ്ഫ്ലിക്സിൽ ഇപ്പൊ പടം വന്നിട്ടുണ്ട്. എനിക്ക് അറിയില്ല ഈ സിനിമയ്ക്ക് ഓസ്കാർ കിട്ടോ എന്ത് കിട്ടോ, ഐ ഡോണ്ട് റിയലി നോ. ബട്ട് ഈ സിനിമ ഡെഫിനറ്റ്ലി ഡിസേർവ്സ് റെക്കഗ്നിഷൻ. എന്തെങ്കിലൊക്കെ അവാർഡ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. അജാതി ഒരു കിടു പറഞ്ഞ വൻ കിടു പടമാണ്. ഈ സിനിമ നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കുന്ന ഒരു സമയത്തോ അല്ലെങ്കിൽ നിങ്ങൾ പീസ്ഫുൾ ആയിട്ടിരിക്കുന്ന സമയത്തോ കാണരുത് എന്ന് ഞാൻ പറഞ്ഞു. അത്രയും ഡിസ്റ്റർബിങ് ഹോണ്ടിങ് ആണ് ഇതിന്റെ ഈ സിനിമ ഫുള്ള് ടുവേർഡ്സ് എൻഡ്. എസ്പെഷ്യലി നിനക്കൊക്കെ എന്തോന്നടേ ഹാപ്പി ആയിട്ട് ഒരു പടം ഉണ്ടാക്കാൻ പറ്റില്ലേ അറിയാൻ ചോദിക്കുകയാണ്. ഞാൻ എക്കോ സിനിമ കണ്ട് കഴിഞ്ഞ് വന്നിരിക്കുന്നു. ഐ വാസ് ലൈക്ക് ഒരു അബ്സല്യൂട്ട് സിനിമ കണ്ട ഒരു ഫീലിൽ വന്ന് ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുമ്പോൾ യൂഷ്വലി ഞാൻ അവാർഡ് പടമൊന്നും കാണാത്തതാണ്. ശരിയടാ, ഹോം ബൗണ്ട് ഓസ്കാർ പോകുന്നു, എന്തായാലും കണ്ടു നോക്കിയപ്പോ ഉള്ള സമാധാനം അങ്ങ് പോയി. സീരിയസ്ലി ഐ ഷുഡിന്റ് ഹാവ് വാച്ച് ദിസ് വൺ. സത്യം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് തോന്നുന്നു. പടം മോശമായതല്ല, അയ്യോ മനസ്സമാധാനം അങ്ങോട്ട് പോയി കിട്ടി. നമുക്ക് കരയാൻ പറ്റുന്ന ഒരു മൊമെന്റ് ആണെന്ന് വെച്ചാൽ അതും കുഴപ്പമില്ല. ബട്ട് ദിസ് ഈസ് ആക്ച്വലി വെരി ഹോണ്ടിങ്. അതായത് കാസ്റ്റ് ഡിസ്ക്രിമിനേഷന്റെ പീക്ക് അവർ കാണിച്ചിട്ടുണ്ട്. അതായത് ഇഫ് യു ആർ എ മുസ്ലിം യു ആർ ട്രീറ്റഡ് ലൈക്ക് എ ടെററിസ്റ്റ്. അങ്ങനെയാണ് ഈ സിനിമയിൽ. ഒരു ക്രിക്കറ്റ് കളിക്കാൻ പോയി കഴിഞ്ഞു വെച്ചാൽ ഞാൻ ഔട്ട് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ നീ നിന്റെ ആൾക്കാരൊപ്പം പോയി കളിക്ക്, അങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമ്മൾ ഞെട്ടും. ഇതൊക്കെ എങ്ങനെയാടാ സിനിമയിൽ ഇങ്ങനെയൊക്കെയല്ലേ ജീവിതത്തിൽ നടക്കും? ഡെഫിനറ്റ്ലി ഇതൊക്കെ നടക്കുന്നതാണ്. ആൻഡ് ഇഫ് യു ആർ എ ഹിന്ദു, നിങ്ങളുടെ സർനെയിം ചോദിക്കും, എന്താ പേര്? സുരേഷ്. ഫുൾ നെയിം പറ, സുരേഷ് കുമാർ. പോരാ, ട്രിപ്പാലിറ്റി ഉണ്ടോ, മറ്റേതുണ്ടോ, തേങ്ങയുണ്ടോ, SC ST ആണ് നിങ്ങൾ വെച്ചാൽ അതിന് വേറെ ഡിസ്ക്രിമിനേഷൻ. ഈ സിനിമയിൽ ഒരു സീൻ ഉണ്ട്. അതായത് ഈ അംഗനവാടിയിൽ ഈ നായകന്റെ അമ്മയാണ് ഭക്ഷണം വെച്ചു കൊടുക്കുന്നത്. അയമ്മ താഴ്ന്ന ജാതിയാണ്, ഹിന്ദു ആണ്, താഴ്ന്ന ജാതിയാണ് പറഞ്ഞിട്ട് ഞങ്ങളുടെ കുട്ടികൾ നശിച്ചു പോകും പറഞ്ഞിട്ട് പിടിച്ച് പുറത്താക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ചു. ഐ വാസ് ലൈക്ക് എന്തോന്ന് ഇതൊക്കെ ഇവിടെ നടക്കുന്നതാണ്. ആൻഡ് നമ്മൾ കണ്ടിട്ടില്ലേ, നമ്മൾ ഈ കാറിലും അതേപോലത്തെ വണ്ടിയിലൊക്കെ ആർമി, ഡോക്ടർ, വക്കീൽ എന്നൊക്കെ വെക്കുന്നത്. എന്നാൽ പല സ്ഥലത്തും അതൊരു റിലീജിയന്റെ പേര് വെക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ റിലീജിയസ് ആയിട്ടുള്ള പ്രാന്തന്മാരുണ്ട് ഇവിടെ. And we say that we are living in a democratic country. Where is the democracy? അങ്ങനെ ഈ സിനിമയിൽ കുറെ കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പീക്ക് അൺഎംപ്ലോയ്മെന്റ് കാണിക്കുന്നുണ്ട്. 20 to 30 years ആ ഒരു ഏജ് ഗ്യാപ്പിൽ ഉള്ളവരാണ്, അല്ലെ ഏജ് ഗ്രൂപ്പിൽ ഉള്ളവരാണെന്ന് വെച്ചാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറെ കാര്യങ്ങളുണ്ട്. നമുക്ക് പലപ്പോഴും നമ്മളാണ് അതിലുള്ളത് തോന്നും. ഈ സിനിമയ്ക്ക് ഒരു ലൈഫ് ഉണ്ട്. ഈവൻ ദോ ദിസ് ഇസ് എൻ അവാർഡ് ഫിലിം, അല്ലെങ്കിൽ ഭയങ്കര സ്ലോ ആയിട്ട് പോകുന്ന സിനിമയാണെങ്കിലും ഈ സിനിമയ്ക്ക് ഒരു ലൈഫ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ ഇമോഷൻസും ഇതിലെ പല സീൻസും റിലേറ്റ് ചെയ്യാനും കണക്ട് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ കോവിഡ് ടൈമിലുള്ള കോവിഡ് ടൈമിൽ കോവിഡ് കാരണം നിങ്ങൾക്ക് ആരെങ്കിലൊക്കെ നഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ ആ സീൻസ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ജോലി കിട്ടാനുള്ള ബുദ്ധിമുട്ട് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് കിടു ഫ്രണ്ട്സ്, അതായത് ചെറുപ്പം തൊട്ടുള്ള ഫ്രണ്ട്സ് ഒരേ എക്സാം എഴുതിയിട്ട് ഒരാൾക്ക് ജോലി കിട്ടും, ഒരാൾക്ക് ജോലി കിട്ടാതിരുന്ന അവിടെ തീർന്നു ആ ഫ്രണ്ട്ഷിപ്പ്. അതൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹേർട്ടിംഗ് ആയി തോന്നും. അതാണ് ഈ സിനിമ. ദിസ് മൂവി ഈസ് ആക്ച്വലി എ മാജിക് എന്ന് വേണമെങ്കിൽ പറയാം. റിയാലിറ്റിയുടെ ഒരു മാജിക് വേർഷൻ ആണ് ഈ സിനിമ. അഭിനയിച്ചിരിക്കുന്ന നമ്മുടെ ഇഷാനും അതേപോലെ വിശാൽ, ഇവർ രണ്ടുപേരാണ് മെയിൻ ലീഡായിട്ട് പെർഫോം ചെയ്യുന്നത്. ഇഷാനൊക്കെ അവാർഡ് കൊടുത്തേ പറ്റുള്ളൂ, ആ വിശാൽ പറഞ്ഞ പയ്യനും അവാർഡ് കൊടുത്തേ പറ്റുള്ളൂ. ദി പീക്ക് പെർഫോമൻസ് ആണ്. ടു മീ, ഇഫ് യു ആസ്ക് മീ, ദിസ് മൂവി ഡെഫിനറ്റ്ലി ഡിസേർവ് ആൻ ഓസ്കാർ എന്ന് ഞാൻ പറയുള്ളൂ. എന്താണ് ഇന്റർനാഷണൽ ബെസ്റ്റ് ഫീച്ചർ ഫിലിം ആ ഒരു കാറ്റഗറിയിലാണ്. ഡെഫിനറ്റ്ലി അത്ര കിടു പടമാണ്. ജാൻവി കപൂർ ഉണ്ട്. ജാൻവി കപൂറിനെ കണ്ടപ്പോ തന്നെ ഐ വാസ് ലൈക്ക് പോയി, പടം കയ്യിൽ നിന്ന് പോയി. കുറച്ച് സീൻസിലേ ഉള്ളൂ, ഒരു വെറുപ്പിക്കലും വെറുപ്പിച്ചിട്ടില്ല. അതാണ് ഈ സിനിമയുടെ ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം. ഈ സിനിമയിൽ അഭിനയിച്ച ഈച്ച് ആൻഡ് എവ്രി വൺ പെട്ട പെർഫോമൻസ് ആയിരുന്നു. ബോളിവുഡ് യൂഷ്വലി ഗിമ്മിക്സും പേക്കൂത്തും കാണിക്കുന്ന അവിടെ നിന്നാണ് ഇങ്ങനത്തെ ഒരു പടം വന്നതെന്ന് നമ്മൾ ആലോചിക്കണം. ഈ സിനിമയ്ക്ക് ഓസ്കാർ എൻട്രി കിട്ടിയില്ല വെച്ചാൽ പിന്നെ വേറെ ഏത് സിനിമയ്ക്ക് കൊടുക്കാനാണ്? ഇത് കണ്ടു നോക്കിയ മോസ്റ്റ് ഓഫ് ദം വുഡ് സേ ദ സെയിം എന്ന് ഞാൻ പറയുള്ളൂ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സിനിമയാണ്. പക്ഷെ മനസമാധാനമായിട്ട് ഇരിക്കുന്ന സമയത്താണെന്ന് വെച്ചാൽ കണ്ടു കഴിഞ്ഞാൽ മനസമാധാനം പോവും. 100% ഷുവർ ആണ്. ടുവേർഡ്സ് ലാസ്റ്റ് ഒക്കെ ഒരു സീൻ ഉണ്ട് മോനെ, കണ്ടു കഴിഞ്ഞപ്പോ എന്തിന് കണ്ടു എന്നുള്ള ഒരു തോന്നലായി. അതായത് കരച്ചിൽ വന്ന് കരഞ്ഞു കഴിഞ്ഞാൽ ആ പ്രശ്നം തീർന്നു. കരയിപ്പിക്കാൻ വേണ്ടി ഇറക്കിയ സിനിമ ദാറ്റ്സ് ഫൈൻ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഇത് ഒരു ജീവനില്ലാത്തൊരു അവസ്ഥയിലോട്ട് നമ്മളെ കൊണ്ടുപോകും. സിനിമയുടെ പേര് ഹോം ബൗണ്ട്. നെറ്റ്ഫ്ലിക്സിൽ അവൈലബിൾ ആണ്. ഓൺലി ഹിന്ദി ലാംഗ്വേജ് ആയിട്ട് അവൈലബിൾ. സബ് ടൈറ്റിലും പരിപാടിയൊക്കെ ഉണ്ട്. വേണ്ടവർ കണ്ടു.